ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തതാ ഒരു പെണ്ണ് വരികയാണ്. നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരമില്ലാത്ത മക്കളുണ്ടോ, ഭാര്യയുണ്ടോ, കുടുംബങ്ങളുണ്ടോ, സ്വന്തം ശരീരമുണ്ടോ, നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരനൊന്ന് മദ്യപിച്ചു പോയാൽ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കടിമപ്പെട്ടു പോയി ഒരു മോഷണം നടത്തി പോയാൽ, ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു വ്യഭിചാരം നടത്തി പോയാൽ, അവനെ ചൂണ്ടിയിട്ട് ഇല്ലാത്ത വിഷയങ്ങൾ നാട്ടിലുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവൻ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയാണ്, തോന്നിവാസിയാണെന്ന് മുദ്രകുത്തി അവന്റെ പേരിൽ ഇല്ലാത്തതകൾ പിന്നെയും പറഞ്ഞവനെ വീണ്ടും വീണ്ടും കുറ്റക്കാരനാക്കി മാറ്റുന്ന പ്രവണതകളല്ലേ നമുക്കുള്ളത്. കേട്ടോളണം നിങ്ങൾ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ, മൂസ നബി അറിയല്ലോ, മൂസ നബി ഭയങ്കര ചൂടനാണ്. അമ്പിയാക്കളെ കൂട്ടത്തിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരു പ്രവാചകർ മൂസ നബിയാണെന്ന് ഖാല റസൂലുള്ളാഹി. മൂസ നബിയുടെ എതിരാളിയായ ഒരു ഖിബ്തി മൂസ നബിയോട് എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഒറ്റ അടിക്ക് ഓന്റെ കഥ കഴിച്ച് കളഞ്ഞ പ്രവാചകരാണ് സയ്യിദുന മൂസ നബി അലൈഹി സ്വലാം. അങ്ങനെയുള്ള ഒരു പ്രവാചകരാണ് മൂസ നബി. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഒരു പെണ്ണ് വരികയാണ്. ഇന്ന ഇംറഅതി മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽപ്പെട്ട ഒരു പെണ്ണ് ഓടി വന്നു മൂസ നബിയോട് ഒരു പരാതി, സങ്കടം പറയുകയാണ്. യാ നബി അല്ലാഹുവിന്റെ നബിയെ, പ്രവാചകനായിട്ടുള്ളവരെ, അദ്നബ്തു ദംബൻ അളീമാ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി മൂസ നബിയെ, ഞാനൊരു മഹാ അപരാധം ചെയ്തു പോയി മൂസ നബിയെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേൾക്കുമ്പോ ഈ അപരാധം ചെയ്തു പോയി കുറ്റബോധത്തോടെ പശ്ചാത്താപത്തിന്റെ കരങ്ങളുമായി മൂസ നബിയുടെ മുമ്പിൽ കുറ്റമേറ്റു പറയാൻ വന്ന പെണ്ണിനോട് അവിടെ കൂടിയ ആയിരങ്ങളെ മുമ്പിൽ വെച്ച് മൂസ നബി ചോദിക്കുകയാണ്, നീ ചെയ്തു പോയ വലിയ തെറ്റെന്താണ് പെണ്ണെ, വലിയ കുറ്റമേതാണെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുകയാണ്, യാ നബി അല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനൊരു അന്യ പുരുഷനുമായി ഞാൻ വ്യഭിചരിച്ചു പോയി. ഓ മൂസ നബിയേ, വ്യഭിചരിക്കുക മാത്രമല്ല, ആ വ്യഭിചാരത്തിൽ ഞാൻ ഗർഭവതിയായി, എന്റെ ഗർഭിണിയായ ഞാനാ എന്റെ കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. എന്നിട്ടോ അപമാനഭാരത്തായി ആ ജന്മം നൽകിയ ഞാൻ, നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞെ കഴുത്തു ഞെരിച്ച് ഞാൻ കൊന്നും കളഞ്ഞു. യാ നബി അല്ലാഹ്, വ്യഭിചരിച്ചു, പരിപൂർണമായി ഗർഭം ധരിച്ചു, അത് കഴിഞ്ഞ് ജനിച്ചതിന് ശേഷം കൊന്നു കളഞ്ഞു. ഇത്ര വലിയ പാവമാണല്ലേ. ഇതൊന്ന് കേൾക്കുമ്പോഴേക്കും മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖം ചുവന്നു തൊടുത്തു. വല്ലാത്ത കോപത്തോടെ മൂസ നബി പെട്ടെന്ന് പറഞ്ഞു, തെമ്മാടിയായ, ധിക്കാരിയായ, തോന്നിവാസിയായ, തെമ്മാടിയായ, ഫാജിറായ, തോന്നിവാസിയായ പെണ്ണെ, പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളണം. ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം നീ ഇവിടെ നിന്നാൽ അല്ലാഹുവിന്റെ ആകാശത്തിന്റെ വെള്ളക്കീറ് പൊട്ടിച്ചുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു ഭൂമി ലോകത്തേക്ക്, നീയുള്ള ഈ സ്ഥലത്തേക്ക് അല്ലാഹു നരകത്തിന്റെ തീയുടെ കടൽ കട്ടകൾ ഇറക്കും കേട്ടോ. അതുകൊണ്ട് നീ വേഗത്തിൽ പൊയ്ക്കൊള്ളു, ഇവിടെ നിൽക്കണ്ട. ഇനി നീ ഇവിടെ നിന്നാലും നിന്നെ കഴിക്കാൻ അല്ല തീ ഇറക്കുമ്പോൾ, അല്ലാഹു കനൽക്കട്ട ഇറക്കിയാൽ നീ ചെയ്ത പാപം കൊണ്ട് ഞങ്ങളും കരിഞ്ഞു പോകും പെണ്ണേ. മൂസ നബിക്ക് വിട്ടോളി. സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പെട്ടെന്ന് വിട്ടോ, നീ ഇവിടെ നിൽക്കണ്ട. ഹൃദയം പൊട്ടി വളരെ വേദനയോടെ, സങ്കടത്തോടെ ആ പെണ്ണ് അവിടെ നിന്ന് ഓടുകയാണ്. മൂസ നബിയുടെ മുമ്പിൽ നിന്ന് മൂസ നബിയുടെ സ്വഭാവം ശരിക്കറിയുന്നത് കൊണ്ട് തന്നെ
അവളങ്ങനെ ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവൾ ഓടി 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 ഒരു മലഞ്ചെരുവിൽ അവൾ ചെല്ലുകയാണ്. അപ്പോ നസല ജിബ്രീൽ അലൈഹിസ്സലാം. ആ പെണ്ണവിടങ്ങ് പോയപ്പോഴേക്കും മല ഇറങ്ങുന്നു. മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മൂസ നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മൂസ, ഓ പ്രവാചകനായ മൂസ നബിയെ, യഖൂലു ലക അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയുവാൻ, നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ എന്നെ അല്ലാഹു അയച്ചിരിക്കുകയാണ്. അല്ലാഹു എന്ത് പറഞ്ഞു വിട്ടെന്നറിയുമോ? ലിബറദത തായിബ, ലിബറദത തായിബ. ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് തെറ്റ് ചെയ്തു പോയ പെണ്ണ്, ഓ പ്രവാചകരെ, നിങ്ങളുടെ മുമ്പിൽ പശ്ചാത്താപത്തിന്റെ കരങ്ങളുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളോട് അള്ളാഹുവിനോടൊന്ന് പൊറുക്കലിനെ ചോദിക്കുവാൻ, അവർക്കൊന്ന് മാപ്പ് ചെയ്ത് കിട്ടുവാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് സങ്കടം പറഞ്ഞപ്പോ നിങ്ങളെ പാവപ്പെട്ട പെണ്ണിനെ ആട്ടി ഓടിച്ചോ മൂസാ? ആ പാവപ്പെട്ട പെണ്ണിനെ നിങ്ങൾ ആട്ടി വിട്ടോ മൂസാ? എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറയുകയാണ്, മൂസ നബിയെ, അമാ വജത്ത ശർറൻ മിൻഹാ. പശ്ചാത്താപത്തിന്റെ കരങ്ങളുമായി വ്യഭിചരിച്ചു പോയവര് പെണ്ണ്, എന്നിട്ട് വ്യഭിചാരത്തിൽ ചാരസന്താനമായി ജനിച്ച ആ കുഞ്ഞിനെ കഴുത്തു ജനിച്ചു കൊന്ന ആ വലിയ പാപിയായി നിങ്ങളുടെ മുമ്പിൽ വരികയും പശ്ചാത്താപത്തിന്റെ കരങ്ങൾ നീട്ടി നിങ്ങളോട് പാപം പുറത്തു കിട്ടാൻ ചോദിച്ചപ്പോ നിങ്ങൾ ആട്ടിയോടിച്ചെങ്കിൽ ആ വ്യഭിചരിച്ച വ്യഭിചാരിണിയേക്കാൾ, ആ കൊല ചെയ്ത പെണ്ണിനേക്കാൾ ഏറ്റവും വലിയ മഹാ അപരാധി, ഏറ്റവും വലിയ മഹാദോഹി, ഏറ്റവും വലിയ മഹാദോഷി നിങ്ങളെ കൂട്ടത്തിലില്ലേ മൂസ? നിങ്ങളെ കൂട്ടത്തിലില്ലേ മൂസ? അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ചോദിക്കാണ്, പടച്ചവനെ, വ്യഭിചരിച്ച വ്യഭിചാരിണിയേക്കാൾ, കൊല ചെയ്ത കൊലയാളിയേക്കാളും വലിയ ദ്രോഹി, വലിയ ദോഷമുള്ളവൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അതാരാണ് ജിബ്രീല്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അയലത്തെ വീട്ടിലെ ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചു പോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ എന്റെ മകന്റെ അതേ പ്രായമുള്ളവൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ടൊരു തെറ്റ് ചെയ്തു പോയപ്പോൾ എന്റെ നിസ്കാരമില്ലാത്ത മോനെ ഉപദേശിക്കുന്നതിന് പകരം അയലത്തെ വീട്ടിലെ തെറ്റ് ചെയ്തു പോയ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടവനെ ലോകം കണ്ട ഏറ്റവും വലിയ പാപിയാക്കുന്നതിന് മുമ്പ് നീ നിന്റെ സ്വന്തം മകനെ ഉപദേശിക്കാൻ, നിന്റെ ഭാര്യയെ ഉപദേശിക്കാൻ, നിന്റെ മക്കളെ ഉപദേശിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നീയാണ് യഥാർത്ഥ വിശ്വാസി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മൂസ നബി ചോദിക്കാൻ, ആരാണ് ജിബ്രീലേ ഈ വ്യഭിചാരിണിയേക്കാൾ, ഈ വ്യഭിചാരിയേക്കാൾ, ഈ കൊലയാളിയേക്കാൾ ഏറ്റവും വലിയ ദോഷിയാരാണ്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അത് മറ്റാരുമല്ല നബിയേ, മൻ തറക الصلاة عامدا ومتعمدا. നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു അടിമ ദുനിയാവിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇബാദത്താകുന്ന നിസ്കാരം, ആമിദം മുതഅമ്മിദാ, മനഃപൂർവ്വം കരുതി കൂട്ടി ഉപേക്ഷിച്ചു നടക്കുന്ന താരിഖു സ്വലാത്താണ്, നിസ്കാരമില്ലാത്തവനാണ്. വ്യഭിചാരിണിയേക്കാൾ, വ്യഭിചാരിയേക്കാൾ, കൊലയാളിയേക്കാൾ, പലിശ തിന്നുന്നവനേക്കാൾ, മറ്റ് ദോഷങ്ങൾ ചെയ്യുന്നവനേക്കാൾ സമൂഹത്തിലെ മഹല്ലിലെ ഏറ്റവും വലിയ പാപി ആരാ? നിസ്കാരമില്ലാത്തവനാണെന്ന് സയ്യിദുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തന്റെ സവാജിറിൽ രേഖപ്പെടുത്തുന്ന ഹദീസ്